കുഞ്ഞു പെണ്ണിന് വേണ്ടി ഞാൻ എൻ്റെ ഉള്ളിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വലിച്ചു പുറത്തിട്ടു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഒരു 8 മണിക്കായപ്പോൾ 9:30 ഡാൻസർ 8 മണിക്കായപ്പോഴേക്കും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവള് സ്റ്റേജിൽ കയറാൻ തുടങ്ങി ഞാൻ തന്നെ ആട്ടോ മേക്കപ്പ് ചെയ്യാറ്. പിന്നെ അരങ്ങേറ്റത്തിന് അവർ അവിടെ നിന്ന് ആളെ കൊണ്ടുവന്നതുകൊണ്ട് എൻ്റെ കഴിവ് പുറത്തെടുക്കാൻ അവരെന്നെ അനുവദിച്ചില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ മേക്കപ്പൊക്കെ തുടങ്ങി. ഇത് ചേട്ടനൊരു ഗിഫ്റ്റ് കിട്ടിയതാട്ടോ മേക്കപ്പ് ബോക്സ്. അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യത്തെ കോമ്പാക്ട് പൗഡർ അതിൽ നിന്ന് ഉപയോഗിച്ചു. പിന്നെ കണ്ണിൻ്റെ മുകളിലൊക്കെ പിന്നെ ആ കളറൊക്കെ ഐ ഷാഡോ അല്ലേ അതൊക്കെ തേച്ച് വെച്ചു. അല്ലെങ്കിൽ ഞാൻ അതിന് വേറെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കോമ്പാക്ട് പൗഡർ ഇടുകയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ മുടിയൊക്കെ വലിച്ച് മുറുക്കി ഒക്കെ കെട്ടിവെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇവളെ പഠിപ്പിച്ച ടീച്ചർക്ക് ചിത്രക്കൊച്ചിന് ഭയങ്കര ടെൻഷനായിരുന്നു. നീ മുടി അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം, വേണമെങ്കിൽ വീഡിയോ കോൾ വിളിച്ചോ, ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീഡിയോ കോൾ വിളിക്കേണ്ടി വന്നില്ല. ഞാനൊരു വിധമൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അവൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവളെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അവൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളങ്ങനെ കണ്ണൊക്കെ എഴുതി. ഒരു ഹിമാലയുടെ കൺമിഷിയൊക്കെ ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുകം വരയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ. അത് നല്ല ഭംഗിയായിട്ടുണ്ടെങ്കിലല്ലേ അതിനൊരു നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. കണ്ണും പുരുകം എഴുതുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവുക. ഇവളുടെ നല്ല വലിയ കണ്ണാണ്. അപ്പോൾ നല്ല ഭംഗിക്ക് എഴുതിയാൽ നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ അനങ്ങല്ലി ശ്വാസം വിടലി എന്നൊക്കെ പറഞ്ഞിരുന്നൊക്കെ എഴുതി. പിന്നെ ഒരു വലിയ കറുത്ത പൊട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് തൊട്ടു. പിന്നെ എൻ്റെ ഭസ്മത്തിൻ്റെ ഒരു ട്യൂബ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാനൊരു ഭസ്മക്കുറി തൊട്ട് കൊടുത്തു. ഈ കമ്മലിന് നല്ല ഭംഗിയുള്ള ജിമിക്കയും കൂടി ഇട്ടിട്ടോ. അത് അവൾ വെയിറ്റ് ആണെന്നും പറഞ്ഞ് അവൾ സമ്മതിച്ചില്ല. പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞുകൊണ്ട് ഓർണമെൻറ്റ്സ് എല്ലാം ഇവളുടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഡ്രസ്സ് ഞാൻ റെൻറ്റിന് എടുത്തു. പക്ഷേ ഇവളുടെ അതിന് കിട്ടുന്നില്ല, ഭയങ്കര വെൽഡായിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല, ചുരുക്കി എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഞാനത് പിന്നുകൊണ്ടൊക്കെ വെച്ചൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ആ മുണ്ട് കുറച്ചും കൂടി പൊക്കി കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് എനിക്ക് പിന്നീട് തോന്നി. പക്ഷേ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് പിന്നെ എന്നെ തയ്ച്ചുടിപ്പിച്ചൊന്നുമില്ല. എന്തായാലും മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഞങ്ങൾ പതുക്കെ 9 മണിയെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ 9:30 ഡാൻസ് ആവുകൊണ്ട് ഞങ്ങൾ പതുക്കെ പിന്നെ അമ്പലത്തിലോട്ട് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു കൂട്ടുകാരിനെ കണ്ടു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്നു കേട്ടോ. അവളുടെ ഡാൻസ് ക്ലാസ്സിൽ ഒരുമിച്ച് അവർ പഠിക്കുന്നതാണ്. ഗ്രാമം